ഹമ്പടാ അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ടല്ലോ. ഇത് ഒരു മാസം മുന്നേ എയർ ലെയറിംഗ് ചെയ്തതാണ്. റംബുട്ടാൻ ബിഞ്ചായി വെറൈറ്റി. വേര് വന്ന് തുടങ്ങി ഏകദേശം ഒരു ഗ്രേ കളറിലേക്ക് മാറി തുടങ്ങുമ്പോൾ ഇത് മുറിച്ചെടുക്കാം. ഇപ്പോൾ മുറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ട്. വേരൊന്ന് സ്ട്രോങ് കൂടിയതിന് ശേഷം മുറിക്കാം എന്നു മാത്രം. നേരെ അതിൻ്റെ പുറകുവശത്തായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇതിൻ്റെ ഇലകൾ പൂർണ്ണമായും റിമൂവ് ചെയ്യുക. എയർ ലെയറിംഗ് ചെയ്തതോടുകൂടെ തന്നെ ആ ഭാഗം തളിര് വന്നിട്ടുണ്ട്. ഇനി ഇലകൾ മുഴുവനും റിമൂവ് ചെയ്യുക. ഇലകൾ റിമൂവ് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് വെക്കുന്നതാണ് നല്ലത്, വേഗത്തിൽ തളിര് വരാൻ. ഇനി ഈ കവർ ഒന്ന് മാറ്റി നോക്കാം. ശ്രദ്ധാപൂർവം വേണം ഇത് മാറ്റാൻ, ഇല്ലെങ്കിൽ വേരിളകി നാശായി പോകും. ടാഗ് കൊണ്ടാണ് കെട്ടിയത്. ആ ടാഗ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വളരെ ശ്രദ്ധയോടുകൂടി ആ കവർ റിമൂവ് ചെയ്യുക. വേരിന് ഇളക്കം സംഭവിച്ചാൽ എയർ ലെയറിംഗ് ഫെയിലായി പോകും. ഇവിടെ എയർ ലെയറിങ്ങിന് ഉപയോഗിച്ച മീഡിയം ചകിരിച്ചോറ് മാത്രമാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. നല്ല മഴയായത് കാരണം കവർ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചകിരിച്ചോറ് ഇളകിപ്പോരും, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ മെല്ലെ മെല്ലെ ആ കവറങ്ങ് നീക്കി. ഇനി ഗ്രോ ബാഗിലേക്ക് വെക്കാം. വേരില്ലാത്ത ഭാഗത്തു നിന്ന് ചകിരിച്ചോർ ഇളകിയിട്ടുണ്ട്. ഗ്രോ ബാഗിലേക്ക് വെക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. എയർ ലെയറിംഗ് ചെയ്യുന്നവരുടെ ശ്രദ്ധക്ക്, നിങ്ങൾ മരത്തിൽ എയർ ലെയറിംഗ് ചെയ്ത് നേരെ പോകരുത്. വേര് വന്നു കഴിഞ്ഞാൽ മുറിച്ചു ഗ്രോ ബാഗിലേക്ക് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ചകിരിച്ചോറും മണ്ണുമാണ് ഇവിടെ പോട്ടി മിക്സായി ചെയ്തിട്ടുള്ളത്. വളം ഇപ്പോൾ ചെയ്യുന്നില്ല. ചാണകപ്പൊടി ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല. തളിരെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ഇനി വളം കൊടുക്കുകയുള്ളൂ. ഗ്രോ ബാഗിൻ്റെ പകുതിക്ക് പോട്ടി മിക്സ് നിറച്ച് അതിൻ്റെ മുകളിൽ തൈ വെക്കുന്നു. ശ്രദ്ധാപൂർവം വേണം മണ്ണിടാൻ. വേരിന് ക്ഷതം പറ്റാത്ത രൂപത്തിൽ മുഴുവനായും നിറക്കുന്നു. മെല്ലെ കൈകൊണ്ട് പ്രസ് ചെയ്യുക, മെല്ലെ. ഇനി ഇത് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഗ്രീൻ ഹൗസിലേക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലേക്കോ മാറ്റി വെക്കാം. ഇവിടെ റംബുട്ടാൻ ചെടിയുടെ ചുവട്ടിലേക്കാണ് മാറ്റി വെക്കുന്നത്. തളിര് വരുന്നതുവരെ യാതൊരു കാരണവശാലും ഇത് ഇനി ഇവിടുന്ന് ഇളകരുത്. നന്നായി നനച്ചു കൊടുക്കുക. ഏതൊരു തൈ നട്ടാലും അത് മഴക്കാലമായാലും നന നിർബന്ധമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് N18 റംബുട്ടാനിൽ നിന്ന് എയർ ലെയറിംഗ് ചെയ്ത തൈയാണിത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. റംബുട്ടാനിൽ എയർ ലെയറിംഗ് ചെയ്താൽ വിജയിക്കും എന്ന് മനസ്സിലായില്ലേ?